ഹായ്, ഗുഡ് ഈവനിങ്. 3-4 ദിവസം ഇച്ചിരി തിരക്കായിരുന്നു, കുറച്ച് അവധികളൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ഞാൻ ഇച്ചിരി തിരക്കായിപ്പോയി. അപ്പോൾ 3-4 ദിവസത്തിന് ശേഷം ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് ഓർമ്മയില്ല. ഞാനൊരു നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഡോഗ്സ് റിലേറ്റ് ചെയ്ത് ഒരു ലേഡിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു മോശം അനുഭവം വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എല്ലാവരും ഏറ്റെടുത്ത് മാക്സിമം ഷെയർ ചെയ്തു. ആദ്യമേ തന്നെ എല്ലാവരോടും വെരി ബിഗ് താങ്ക്സ് ടു ഓൾ, ബിക്കോസ് നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്ത് ഏറ്റെടുത്തത് എത്തിച്ചു. അപ്പൊ അതിന് വളരെയധികം നന്ദി. ഇനിയും തുടർന്ന് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് വേണം നിങ്ങളുടെ സപ്പോർട്ട്. അപ്പോൾ ആദ്യമേ തന്നെ എല്ലാവരോടും നന്ദി പറയുവാണ്, ഹൃദയം നിറഞ്ഞ നന്ദി. ഇനി നമ്മുടെ മാറ്ററിലോട്ട് വരാം. എല്ലാവരും അപ്ഡേഷൻ ചോദിക്കുന്നു, എന്തായി എന്റെ ഫർദർ, പിന്നെ ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ ഇന്നാണെങ്കിൽ കൂടി ഞാൻ അമ്പലത്തിൽ പോയി കൂടി ഒരുപാട് പേര് ചോദിച്ചു അതിന്റെ ബാക്കി എന്തായി, ഒന്നും അറിഞ്ഞില്ല. അപ്പൊ അതിന്റെ ഒരു അപ്ഡേഷൻ ഒന്ന് പറഞ്ഞേക്കാം. അപ്പൊ എല്ലാവരോടും പറഞ്ഞുകൊണ്ടൊക്കെ എനിക്ക് പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ഒരു വീഡിയോ ബ്രീഫായിട്ട് ഇടാൻ കരുതി, പെട്ടെന്ന് അങ്ങ് പറഞ്ഞു തീർക്കാം. ആദ്യമേ തന്നെ ലീഗലി കേസായിട്ട് തന്നെ അത് പൊക്കോണ്ടിരിക്കുവാണ്. പിന്നെ ഞങ്ങൾ കൊടുക്കേണ്ടിടത്തൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് എന്റെ ഹസ്ബൻഡിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് അവിടെ നടന്നത് അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറം എഗെയിൻസ്റ്റ് ഹസ്ബൻഡിനോട് കുറിച്ച് പറഞ്ഞിട്ട് പരാതി കൊടുത്തിരുന്നു. പക്ഷെ ആ ഓഫീസറിന് നിയറസ്റ്റ് സ്റ്റേഷനിലാണ് കൊടുത്തത്, പോലീസ് സ്റ്റേഷനിൽ കൊടുത്തത്. പക്ഷെ ആ പോലീസ് ഓഫീസറിന് ഞങ്ങളെ കഥകളൊക്കെ ആയിട്ട് കാര്യങ്ങളൊക്കെ എല്ലാം മനസ്സിലായി. ഹസ്ബൻഡിന്റെ ജെനുവാലിറ്റി മനസ്സിലായതുകൊണ്ട് ആ കേസ് അവിടെ പോലീസ് സ്റ്റേഷനിൽ അങ്ങ് തീർന്നു. ഇനി നെക്സ്റ്റ് അപ്ഡേഷൻ എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ കൊടുക്കേണ്ടിടത്തെല്ലാം കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഓൾറെഡി ശനിയാഴ്ച ഞാൻ മൃഗസംരക്ഷണ വകുപ്പിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവധിയും കാര്യങ്ങളും ആയതുകൊണ്ട് പിന്നെ അത് പ്രൊസീഡ് ചെയ്യാൻ പറ്റിയില്ല. എന്ന് മാത്രമല്ല, ബാക്കി അവിടെ മാത്രമല്ല, ഞാൻ വേറെയും കുറേയിടത്ത് കൊടുത്തിട്ടുണ്ട്. ഇലക്ഷൻ ഡ്യൂട്ടി ആയതുകൊണ്ട് പല ഓഫീസേഴ്സിന്റെ അഭാവമുണ്ട്. അതുകൊണ്ട് തന്നെ ഇലക്ഷൻ കഴിയുന്നത് ഞാനൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. എന്തൊക്കെ സംഭവിച്ചാലും പുറകോട്ടില്ല. ലേഡിക്കെതിരെ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകും. കാരണം ഇനി ആർക്കും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുത്. ഇനി ആരും, അതായത് ഇങ്ങനെ ജനങ്ങൾ പ്രതികരിക്കും, നമ്മളൊന്ന് സൈലന്റ് ആവണം, നമ്മുടെ ജോലി മാത്രം ചെയ്താൽ മതി എന്ന് ഓരോ സ്ഥാപനത്തിലുള്ളവർ മനസ്സിലാക്കേണ്ട ഒരു അനുഭവമാണിത്. ഇനി എല്ലാവരും ശ്രദ്ധിക്കണം. കാരണം ജനങ്ങൾ പ്രതികരിച്ചാൽ ആർക്കും താങ്ങാൻ പറ്റില്ല എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കണം. ഇനി ആർക്കും, എസ്പെഷ്യലി ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവാൻ പാടില്ല. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ ഒരുപാട് പേര് പരാതിയായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അതായത് ഇത്രയും പരാതികളാണ്, ഇതെല്ലാം മെയിൽ അയച്ചിട്ടുണ്ട്. നമ്മൾ കൊടുത്തെടുത്തൊക്കെ തന്നെ ഇവര് മെയിൽ അയച്ചിട്ടുണ്ട്, റിട്ടേൺ പേപ്പറായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോ അതൊരു നല്ലൊരു സപ്പോർട്ടാണ്. പരാതിയായിട്ട് ആൾക്കാർ വന്നു, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ജെനുവാലിറ്റി, ഈ പറയുന്ന നമ്മൾ പോയ എല്ലാ പോർഷനിലും അവർക്ക്, എല്ലാ ഓഫീസർമാർക്കും നമ്മളെ ജെനുവാലിറ്റി അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര സപ്പോർട്ടാണ് കിട്ടിയത്. ഞാൻ അതാ പറഞ്ഞു, ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും ഒക്കെ നമുക്ക് ആവശ്യമാണ്. ഇനി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം. മുന്നോട്ടുള്ള എല്ലാ അപ്ഡേഷൻസും എന്നെ അറിയിക്കുന്നതായിരിക്കും. ഇതിന് ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി, എല്ലായിടത്തും കയറി അനാവശ്യമായിട്ട് പ്രതികരിക്കരുത്. പ്രതികരിക്കേണ്ടടുത്ത് നമ്മൾ പ്രതികരിക്കുക തന്നെ വേണം. അപ്പോൾ ഇനിയും അപ്ഡേഷൻസ് അറിയിക്കും. ബാക്കി അപ്ഡേഷൻസുമായിട്ട് വീണ്ടും കാണാം.